ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റും പ്രമുഖ ചലച്ചിത്ര നടനുമായ ദേവൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ആലപ്പുഴ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടന്ന പൊതുചടങ്ങിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത രാജിപ്രഖ്യാപനം. ബി.ജെ.പിയുടെ പ്രാഥമിക അംഗത്വവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയും ഒഴിഞ്ഞുകൊണ്ടുള്ള രാജിക്കത്ത് തയ്യാറാക്കി വെച്ചുകൊണ്ടും അത് ഉടൻ പാർട്ടി നേതൃത്വത്തിന് കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ 5 വർഷമായി ബി.ജെ.പിക്ക് വേണ്ടി അഗ്രസീവായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയത്തിന് പിന്നിൽ എൻ്റെ വലിയൊരു സംഭാവന ഉണ്ടായിരുന്നതായി അദ്ദേഹം തന്നെ സമ്മതിച്ചു. അത്രത്തോളം അധ്വാനവും സംഭാവനയും ഞാൻ പാർട്ടിക്ക് നൽകിയിരുന്നു. രാജിപ്രഖ്യാപനം നടത്തിക്കൊണ്ട് ദേവൻ പറഞ്ഞു, ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങൾ ആശയങ്ങളും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള രാഷ്ട്രീയമാണ് തൻ്റെ രീതിയെന്ന് ദേവൻ വ്യക്തമാക്കി. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ സംസ്ഥാന ബി.ജെ.പിയിൽ അത്തരം ആശയങ്ങൾ കാണാൻ കഴിഞ്ഞില്ലെന്നും തൻ്റെ രാഷ്ട്രീയ ലൈൻ ഇതല്ലെന്നും പൂർണ്ണമായി മനസ്സിലാക്കിയാണ് പാർട്ടി വിടാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 4-5 മാസങ്ങൾക്ക് മുൻപ് തന്നെ ബി.ജെ.പി വിടാനുള്ള തീരുമാനം മനസ്സിൽ എടുത്തിരുന്നതായി അദ്ദേഹം വെളിപ്പെടുത്തി. എന്നാൽ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലെ പൊതുവേദിയിലെത്തിയ ശേഷമാണ് രാജിപ്രഖ്യാപനം നടത്താൻ പെട്ടെന്ന് തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ ബി.ജെ.പിയുടെ തുടർന്നുകൊണ്ട് ഗുരുദേവ ദർശനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കില്ലെന്ന ബോധ്യമാണ് രാജിക്ക് പിന്നിലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2004 കേരള പീപ്പിൾസ് പാർട്ടി എന്ന പേരിൽ സ്വന്തമായി പാർട്ടി രൂപീകരിച്ചാണ് ദേവൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. 2004 വടക്കാഞ്ചേരി പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സ്വന്തം പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നതിൽ കാര്യമില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ബി.ജെ.പിയുമായി അടുക്കുന്നത്. 2021 മാർച്ച് മാസത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലാണ് നവകേരള പീപ്പിൾസ് പാർട്ടി ബി.ജെ.പിയിൽ ലയിച്ചത്. തുടർന്ന് പാർട്ടിയിൽ സജീവമായി പ്രവർത്തിച്ച ദേവനെ 2023 ഡിസംബറിലാണ് ബി.ജെ.പി സംസ്ഥാന ഉപാധ്യക്ഷനായി നിയോഗിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. പ്രചാരണത്തിനിടെ ചില വിവാദങ്ങളും അദ്ദേഹം പൊട്ടിച്ചിരുന്നു. വാടാനപ്പള്ളിയിലെ വോട്ടർമാർക്ക് സൗജന്യ കിറ്റ് വിതരണം ചെയ്യാൻ ശ്രമിച്ച എന്ന ആരോപണവും കിറ്റ് സൂക്ഷിച്ച ഗോഡൌണിന് സമീപം ദേവനെ കണ്ട് തുടർന്ന് LDF കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലം വളഞ്ഞ് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചതും മാധ്യമങ്ങളെ വലിയ വാർത്തയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നതായി ദേവൻ മുൻപ് തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ പാർട്ടി നേതൃത്വം അദ്ദേഹത്തിന് സീറ്റ് നൽകിയിരുന്നില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അതിലേക്കൊന്നും ഇപ്പോൾ കൂടുതൽ കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. പാർട്ടിയുടെ ഉന്നത പദവിയിലേക്ക് എന്ന നേതാവ് പെട്ടെന്ന് രാജിപ്രഖ്യാപനം നടത്തിയത് ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തെയും അണികളെയും ഒരേപോലെ അമ്പരപ്പിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുകളിൽ മികച്ച നേട്ടങ്ങളും ഉണ്ടായിട്ടും ദേവനെപ്പോലെ മുതിർന്ന ഭാരവാഹികളെ ചേർത്ത് പിടിക്കാനോ പാർട്ടിയിൽ ഉറപ്പിച്ചു നിർത്താനോ സാധിക്കാത്തത് ബി.ജെ.പിക്കുള്ളിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകും. ദേവന്റെ പെട്ടെന്നുള്ള രാജി യഥാർത്ഥത്തിൽ കാരണങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അദ്ദേഹം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളോ പരാതികളോ പാർട്ടി പരിഗണിക്കുന്നതാണോ രാജിക്ക് പിന്നിലെന്ന് വ്യക്തമല്ല. വിഷയത്തിൽ ബി.ജെ.പി സംസ്ഥാന നേതൃത്വം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല.